അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തറയിലൊന്നുമല്ലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ മുണ്ടൂരി തലയിൽ കെട്ടി ഡെസ്കിൽ കിടന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുകയായിരുന്നു. സംഭവം വേറൊന്നുമല്ല, മമതാ ബാനർജി ഇതാ ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്ത്യം കുറിക്കാനായി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുട്ടുകുത്തിക്കാനായി മമതാ ബാനർജിയുടെ വക്കീൽ കുപ്പായം എടുത്തിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൗമാർ ബിൽഡപ്പ് കൊടുക്കുകയാണ്. ബിൽഡപ്പ് കണ്ടാൽ തോന്നുന്നു സത്യം പറഞ്ഞ മറ്റേ ജയിലറിൽ രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. മമത ഇങ്ങനെ മന്ദം നടന്നു വരുന്നു. മമത വന്നിട്ട് മമതയുടെ കോട്ടെടുത്ത് ഇങ്ങനെ ഇടുന്നു. സ്ലോ മോഷനിൽ മമത എന്ത് ചെയ്യുന്നു, മമതയുടെ മുടി ഇങ്ങനെ ചീകി പിറകിലോട്ടാക്കുന്നു. അലപ്പറക്കലപ്പുറോം എന്ന് പറഞ്ഞ് മമത ഇങ്ങനെ നടന്നു വരുന്നു. മോദിജി അത് കണ്ടിങ്ങനെ വിറച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇവന്മാർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായിരുന്നാലും ഖത്തം, ഗയ, ബൈ. നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെ നീയൊക്കെ കൊണ്ടുവന്നാലും അവസാനം അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എന്തെങ്കിലും കാമ്പും കഴമ്പും ഉള്ളൊരു സാധനം ഞാനും കാത്തിരിക്കുകയാണ്. അത് വേറൊരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ എനിക്ക് ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. സുടാപ്പിയുടെ ചുമ്മാ ഇടേ അവിടെ പിന്നെ കമൻ്റ് ഇടാനായിട്ട് അവൻ്റെ കൈ തരിച്ചു വരികയാണ്. അത്ഭുതമാണെങ്കിൽ നീ നരേന്ദ്രമോദിയെ തന്തയെന്ന് വിളിക്കട എന്ന് പറഞ്ഞ് കമൻ്റ് ഇടാനല്ലേ നീയൊക്കെ വന്നത്. എന്തായിരുന്നാലും കണ്ണീ കണ്ട രാജ്യത്ത് കിടക്കണവന്മാരെ തന്തേ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. നിന്നെപ്പോലെ നിനക്കിങ്ങനെ തന്തമാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ചില സമയത്ത് സിറിയയിലെ ഭരണാധികാരി തന്ത, ചില സമയത്ത് സൗദിയിലെ ഭരണാധികാരി തന്ത, ചില സമയത്ത് പാകിസ്ഥാനാണെങ്കിൽ നിത്യ തന്ത. അങ്ങനെ തന്തമാരുടെ ഒരു പൂരമാണ് ഇവന്മാർക്കുള്ളതെന്ന് പറയുന്നത്. എന്തായാലും ആ ഗതികേടൊന്നും ഇവിടെ വേറെ ആർക്കും ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഇത് വാദിക്കാനായിട്ട് പോലെ. അപ്പം ഞാൻ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2001 മുതൽ അദ്ദേഹം അധികാരത്തിലിരിക്കുകയാണ്. 2001 മുതൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും തോൽവി രുചിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭരണാധികാരി നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ, മനുഷ്യ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഭരണത്തിലിരിക്കുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ കൊണ്ട് സത്യം പറഞ്ഞാൽ സാധിക്കില്ല. 2001 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് 2014 വരെ, അത് കഴിഞ്ഞ് താണ്ട തുരു 2014 അങ്ങേരി കയറിയപ്പോൾ പറഞ്ഞ് 19 ഇറങ്ങുമെന്ന്, 19 കയറിയപ്പോൾ പറഞ്ഞ് 25 ഇറങ്ങുമെന്ന്, 25 കയറിയപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 29 എന്തായാലും ഇനി വരില്ലല്ലോ, സമയം കഴിഞ്ഞല്ലോ, വയസ്സായില്ലേ, ഇനി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിക്കുകയാണ്. നിൻ്റെയൊക്കെ ഒരു നിലവാരം സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. പിന്നെ നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നീറുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. മറ്റേ സ്പൈഡറിൽ ST സൂര്യ ഇങ്ങനെ സന്തോഷിക്കില്ല, ആഹാ എന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. തുറന്നങ്ങ് പറഞ്ഞേക്കുക, ഇതിപ്പോൾ മറച്ചു വയ്ക്കാനൊന്നുമില്ലല്ലോ, നമ്മുടെ മനസ്സിന് ആനന്ദ നിർവൃതി അടയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ മമതാ ബാനർജി ഇങ്ങനെ നരേന്ദ്രമോദിയെ തറപറ്റിക്കാനായിട്ട് ഇങ്ങനെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ പോലെ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്ന് മമതാ ബാനർജി കോടതിയിലെത്തിയപ്പോൾ കോടതിയാണെങ്കിൽ അടിച്ചൊടച്ച് കൈ കൊടുത്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ കോടതി നടപടികളൊക്കെ നമുക്കും കാണാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ജഡ്ജി മമതാ ബാനർജിയെ പൊരിക്കുന്നത്, അമ്മച്ചി ഒന്ന് വാ അടച്ച് മിണ്ടായിരിക്കുമോ, വാ അടച്ച്, അമ്മച്ചിയുടെ വക്കീൽ ഇവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ വക്കീൽ അയാൾക്ക് നല്ലപോലെ വാദിക്കാറില്ല, അമ്മച്ചി ഒന്ന് എൻ്റെ നിർത്ത് എന്ന് പറയാണ്. കോടതിയിലെ വിഷ്വൽസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചുമ്മാ കണ്ട ആനന്ദ നിർവൃതി അടഞ്ഞോ. Time allowed. The first have some buffers if there is more than 1 crore already heard, and if somebody is not heard, your lordships are there, and our power is there. We have been extending time. We have been extending time. My lord, they have passed a slew of directions. My lordship, with my humble regards, may I tell you, sir, Whatever they have pointed out, my opponent lawyers raised, that. sir, that is not correct. That is not correct, sir. Madam Mamta, we have no doubt about the ability of Mr. Diwan. He is one of the best senior counsel you have chosen. Yes, let him with his permission, on your behalf. with his permission, sir. Only one thing, sir. Your point we have well taken. Sir, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ SIR-മായി ബന്ധപ്പെട്ടിട്ടാണ് മമതാ ബാനർജി കോടതിയിലോട്ട് പോയത്. അതല്ലെങ്കിലും അങ്ങനെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. മാധ്യമങ്ങളാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ കർഷക സമരം വരാൻ പോകുന്ന സ്വനത്തിൽ കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദി കർഷക വിപണി തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞൊരു ഉണ്ടയം കൊണ്ട് വരികയാണ്. ഇപ്പം
കർഷകർ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്മാർക്ക് കിട്ടുന്ന ഫണ്ടിന് അവന്മാർക്ക് പിന്നെ തെരുവിലിറങ്ങി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് തെരുവിലിറങ്ങണ്ടേ? അവന്മാർ തെരുവിലിറങ്ങുമ്പോൾ അവന്മാർക്ക് പിറകെ വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചോളണം. അവന്മാർ കർഷക സമരം കർഷകൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ബോലോ തക്ബീർ എന്ന് പറഞ്ഞ വിളിയൊക്കെ കേൾക്കാം. അപ്പോൾ അത് ഇവിടെ നിന്ന് പറഞ്ഞടാ എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കുറേ എണ്ണമൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കർഷക സമരം, കശ്മീർ, പിന്നെ മറ്റേ മുത്തലാഖ്, ഇതൊക്കെ നിരോധിച്ചതിൽ നമ്മുടെ അമർഷം ഇങ്ങനെ കടന്നിങ്ങനെ തിളക്കുകയാണല്ലോ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ. പല ആൾക്കാരും വന്നിട്ട് മറ്റേ ഹാർദിക് പട്ടേൽ എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ട് അവൻ BJP ചേർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തം വന്നല്ലോ, ഒരു വേട്ടാവളി എന്തോന്ന് CPM നിന്ന് ചാടി നേരെ അപ്പുറത്ത് കോൺഗ്രസ് ഇപ്പോൾ കന്നയ്യകുമാർ. നവയുഗ മറ്റേ ചെഗുവേര പിറന്നു, മോദി ഇനി ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് മറ്റേ ഭീം ആർമിയുടെ ഒരുത്തം വന്നല്ലോ, മറ്റേ പേര് ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരുത്തം വന്നു. ഇവരെല്ലാം വന്നപ്പോഴും ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്, ഒരു നാണവും മാനവും ഇല്ലാതെ. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചെങ്കിലും കുറച്ച് വിവരം വേണ്ടേ? എൻ്റെ വിചാരം ഞാനാണ് ലോക കിഴങ്ങനെന്നാണ്. അങ്ങനെ എനിക്ക് വിചാരം ഉണ്ടാകുമ്പോൾ ഞാൻ ഉമാർ എഴുതി പിടിപ്പിച്ച വാർത്തയൊക്കെ എടുത്ത് വെച്ച് നോക്കും. അപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെയല്ല, വെറും മൊണ്ണകൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടും. എന്തായാലും കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, നമ്മുടെ കോടതിയിൽ എന്താണ് മമതാ ബാനർജി പോയി കാട്ടിക്കൂട്ടിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോടതി സത്യം പറഞ്ഞാൽ ഈ കേസ് എടുത്തു, കോടതി അവരൊരു മുഖ്യമന്ത്രിയാണല്ലോ, അതുകൊണ്ട് കോടതി വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് മമതാ ബാനർജിയുടെ അടുത്ത് നിന്നത്. പിന്നെ മമതാ ബാനർജിക്ക് കോടതിയെന്നില്ല, തെരുവെന്നില്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നില്ല, ഒന്നുമില്ല. എല്ലായിടത്തും മമതാ ബാനർജിക്ക് ഒരേ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഇന്നലെ കോടതിയിൽ അടങ്ങി ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ കോടതി വലിച്ചു വാരി എടുത്ത് കൊടുക്കുമെന്ന് മമതാ ബാനർജിക്ക് അറിയാം. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയണമല്ലോ, സാധാരണക്കാർക്കൊന്നും അറിയണമല്ലോ. ഈ SIR എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വോട്ടർ ലിസ്റ്റ് വീണ്ടും ശുദ്ധീകരിക്കുക, പുതുക്കുക എന്ന് പറഞ്ഞൊരു സാധനം, ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആരൊക്കെ ശരിക്കും വോട്ടറാണോ, ആരുടെയെങ്കിലും പേര് അഡ്രസ്സ് തെറ്റാണോ, ഡ്യൂപ്ലിക്കേറ്റ് പേരുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ ബോംബ് ഇത് തന്നെ. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണ്? അതാണ് ചോദ്യം. എന്താണ് പ്രധാന പ്രശ്നം? SIR നടക്കുമ്പോൾ വളരെ വലിയ എണ്ണം ആളുകൾക്ക് ഡിസ്ക്രീപ്പൻസി അഥവാ മിസ്മാച്ച് എന്ന് പറഞ്ഞ് നോട്ടീസ് പോയിരിക്കുകയാണ്. അങ്ങനെ നോട്ടീസ് പോയി, ബംഗാളിൽ അങ്ങനെ നോട്ടീസ് പോയി. അതായത് മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ ഈ പേരിലുണ്ടാകുന്നതുണ്ടല്ലോ, ക്ലറിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് എൻ്റെ പേര് ധനുഷ് എന്നാണ്, DHANUSH, അതാണ് എൻ്റെ പേര് ധനുഷ്. ഇതാണ് എൻ്റെ പേര് DHANUSH. പക്ഷേ എൻ്റെ ആധാർ കാർഡിൽ ഒരു സമയത്തെ പേര് DANUSH ആയിരുന്നു. ഇല്ല, DHANUSH എന്നാണ് ഗസറ്റിൽ, DANUSH എന്നാണ് ആധാറിൽ. ഇത് കാരണം കൊണ്ടല്ലോ എൻ്റെ ആപ്പീസ് പൂട്ടിപ്പോയി. പല സ്ഥലത്തും പോയപ്പം ക്രെഡിറ്റ് കാർഡ് എടുക്കാനും പറ്റുന്നില്ല, ഡെബിറ്റ് കാർഡും വരുന്നില്ല. മൊത്തം അവസാനം ആധാറിൽ കൊടുത്ത് പേര് മാറ്റാൻ പറ്റ പാട് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത് ഒരു ടെക്നിക്കൽ എററായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ഈ ഡിസ്ക്രീപ്പൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പേരും ഡീറ്റെയിൽസും ഒക്കെ പൊരുത്തക്കേട്, അതാണ് സംഭവം എന്ന് പറയുന്നത്. ഉദാഹരണം, മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ ഉദാഹരണമുണ്ട്. മൈ ലോർഡ് ദത്ത എന്ന് പറയുന്ന ഒരു വ്യക്തി, DATTA, അതിന് വന്നിരിക്കുന്ന പേര് DUTTA എന്നാണ്. രണ്ടും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റാണ്, പക്ഷേ പേരിൽ സ്പെല്ലിംഗ് വ്യത്യാസമാണല്ലോ. അപ്പോൾ അതുപോലുള്ള സ്പെല്ലിംഗ് മാറ്റം, ഇതുപോലെ തന്നെ വീട്ടുപേര് സംഭവിക്കാം, വിവാഹശേഷം സ്ത്രീയുടെ സർനെയിം മാറിയത് സംഭവിക്കാം, മനസ്സിലായല്ലോ. വിവാഹത്തിന് ശേഷം സർനെയിം ഭർത്താക്കന്മാരുടെ പേര് വയ്ക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അതിലൊക്കെ സംഭവിക്കാം. അഡ്രസ്സിൽ ചെറിയ മാറ്റം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം, അതായത് ട്രാൻസ്ലേഷൻ കാരണം പേര് മാറ്റം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതിൽ എത്ര പേരെയാണ് ഇത് ബംഗാളിൽ ബാധിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൽ ക്ലാരിറ്റി വേണ്ട ഒരു ഭാഗമാണ് നമുക്കിത്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഫൈനലായി പറയാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള നമ്പർ ഇപ്പോൾ ക്ലിയർ അല്ല, എങ്കിലും നമുക്കൊന്ന് കണക്ക് കൂട്ടിയിട്ട് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഏകദേശം 13.6 മില്യൺ ആൾക്കാരാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് അങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 1.36 കോടി ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ വലിയൊരു ആയുധമായി മാറിയത്. അപ്പോൾ ഇതിൽ പ്രധാന കാര്യം, ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ വന്നത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്ന അർത്ഥമില്ല. ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ വന്നു, പക്ഷേ നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയില്ല. വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ പേര് ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇവർക്കൊരു സംശയം, ഭീഷണി, പിന്നെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വന്ന ആളി കത്തിക്കുക യൗമാരെ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ കാര്യം, നിങ്ങളെയൊക്കെ പിടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ മറ്റേ അഗ്നിവീർ പദ്ധതി വന്നല്ലോ. അഗ്നിവീർ പദ്ധതി വന്നപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത്, അയ്യോ ഇനിയിപ്പോൾ രക്ഷയില്ല, ഇനിയിപ്പം ഈ അഗ്നിവീറായിട്ട് വരുന്ന ആൾക്കാരുടെ പൈസയൊന്നും മാതാപിതാക്കൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, എല്ലാം ഭാര്യമാർക്ക് പോകും. അവന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യമാർക്ക് പോകും. അപ്പോൾ നമ്മുടെ കേന്ദ്രം പറഞ്ഞു അങ്ങനെയല്ല, ഇവർക്കും കിട്ടും, അതായത് പാരൻസിനും തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പാരൻസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ കേന്ദ്രം പറഞ്ഞു അങ്ങനെ പ്രതിഷേധമൊന്നും ഞങ്ങൾ കണ്ടില്ലേ, എങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മൈക്കും ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ഈ അഗ്നിവീർ ആവാനുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള പാരൻസിനെ കുത്തി ഇളക്കി, നിങ്ങൾ
മകൻ്റെ സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോകാൻ പോകണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊരു കെണ്ടാന്തരം പിടിച്ച വേട്ടാവളി തന്നെ ആലോചിച്ച് നോക്കണം ഇവന്മാരൊക്കെ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ പുറത്താക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? SIRൽ സാധാരണ ഇങ്ങനെ നടക്കും, സ്വാഭാവികമാണ്. നോട്ടീസ് വരും, നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് മിസ്മാച്ച് അല്ല, നിങ്ങളുടെ പ്രൂഫ് കൊടുക്കണം, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ക്ലാരിറ്റി, ബ്ലാ 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 ബ്ലാ. അപ്പോൾ ശരിയാണെന്ന് തെളിയിച്ചാൽ കറക്റ്റ് റിട്ടേൺ ചെയ്യും. മറുപടി ഇല്ലെങ്കിൽ ശരിയാകാത്തതിനാൽ പേര് റിമൂവ് ചെയ്യാൻ സാധ്യത വരും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അതാണ് മമതാ ബാനർജി കോടതിയിൽ പറഞ്ഞ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ പാവം ആളുകൾ നോട്ടീസ് കാണാതെ പോയാൽ പോലും വോട്ട് നഷ്ടമാകുമല്ലോ എൻ്റെ ആൾക്കാർക്ക്. എന്തൊരു കരുതലാണെന്ന് നോക്കണം. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ഗ്രൗണ്ട് സിറ്റുവേഷൻ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് പലർക്കും നോട്ടീസ് കിട്ടി, പക്ഷേ അവർക്ക് കൺഫ്യൂഷനുണ്ട്. പിന്നെ ഈ BLOമാരുണ്ടല്ലോ, BLOമാർക്ക് ഹെവി വർക്ക് ലോഡാണ്. നമ്മുടെ കേരളത്തിലെ BLOമാർക്ക് ഹെവി വർക്ക് ലോഡ് കൊടുത്താൽ അവർ മുൻതൂക്കി കാണിക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അവിടെ ഹെവി വർക്ക് ലോഡ് കാരണം മമത പറയുന്നതാണ് കാരണം BLOമാരൊക്കെ ആത്മഹത്യ ചെയ്യണം. അത് പിന്നെ അങ്ങനെയാണല്ലോ. നോട്ട് നിരോധനത്തിൽ നോട്ട് മാറാൻ പോയ ചേട്ടൻ്റെ വീട്ടിനടുത്തുള്ള അപ്പൂപ്പൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അണലി കടിച്ച് മരിച്ചു. ഇത് നോട്ട് നിരോധനത്തിൻ്റെ വലിയൊരു വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പേര് മിസ്മാച്ച് കാരണം അനാവശ്യ പാനിക്ക് ചില സ്ഥലങ്ങളിൽ ഇവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ ലിസ്റ്റ് കളയാനുള്ള ശ്രമമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്യുവർലി പൊളിറ്റിക്കലായിട്ടുള്ള സാധനമാണ്. കോടതി ഇടപെട്ടത് കൊണ്ട് ഇപ്പോൾ എന്താണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി ECIയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യായം ഡിസ്ക്രിപ്പൻസി നോട്ടീസസ് വളരെ കെയർഫുള്ളായി നോക്കണം, അയക്കണം. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്ര മാത്രമേ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി കാര്യം വലിയ സംഭവത്തിൽ പറഞ്ഞപ്പോൾ കോടതി ECI ഒന്ന് നോക്കി, ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു എന്താണ് മക്കളെ കാര്യം. അപ്പോൾ ECI പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ അതൊന്ന് ക്ലിയർ ആക്കിക്കൊടു, ഇത് എന്തൊരു ഭയങ്കര ശല്യം എന്ന് കോടതി ഇങ്ങനെ പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറയുന്നത്. ചെറിയ സ്പെല്ലിംഗ് മാറ്റം കൊണ്ട് ആളുകളെ പെട്ടെന്ന് ട്രബിൾ ആക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ECക്ക് കൂടുതൽ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ നടന്നൊരു പ്യുവറായിട്ടും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയെ കോടതി ഇടിച്ചുരുട്ടേണ്ട സിറ്റുവേഷൻ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും കോടതി അങ്ങനെ ചെയ്തില്ല. ഒരു പാവപ്പെട്ടൊരു സ്ത്രീയല്ലേ. പോരാത്തതിന് എന്താണ്, നമുക്ക് വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല എന്നുള്ള രീതിയായിരിക്കാം കോടതി. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് അവിടെ സംഭവങ്ങളൊക്കെ നടന്നത്. ഇനി ഹിയറിങ് നടത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ഹിയറിങ് എന്ന് പറയുന്നത് 9-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആർക്കാണ് തിരിച്ചടി നേരിട്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആർക്കും തിരിച്ചടി നേരിട്ടില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. പിന്നെ മമതാ ബാനർജിയുടെ കുറേ ഷോ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യഥാർത്ഥത്തിൽ ഈ ബംഗാളിലെ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പേരുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട്. അതിൻ്റെ സമരം മമതാ ബാനർജി നടത്തുന്നുണ്ട്. എന്തായാലും മമതാ ബാനർജി കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ്റെ SIR രീതിയിൽ പല പേരുകളും ചെറിയ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ്മാച്ച് കാരണത്താൽ പട്ടികയിൽ നിന്ന് നീക്കുന്നു. ഇത് സാധാരണ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദത്ത DUTTA-യും DATTA വരുമ്പോൾ ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. വിവാഹത്തിന് ശേഷം അങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമൊക്കെ മമതാ ബാനർജി വെച്ചു. അപ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞു. കോടതി പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, അല്ലാതെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മമതാ ബാനർജി ഒന്ന് ആശ്വസിപ്പിച്ചു. നാട്ടങ്ങൊരു പൊടിക്ക് നമ്മുടെ ടാർസൂസ് പറയുന്നത് പോലെ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് കോടതി ആശ്വസിപ്പിച്ച് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ജയിലറിൽ നമ്മുടെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ വരുന്നത് പോലെ മമത നടന്നു വന്നു. മോദി ഇങ്ങനെ കൈകെട്ടി നിൽക്കുകയായിരുന്നു. ரூல்ஸ் பேசுகிற நீயே ரூல்ஸ் ஃபாலோ பண்ண மாட்டேன், ஆனால் நாங்கள் மட்டும் ரூல்സ് ഫോളോ பண்ணണം എന്നൊക്കെ പറഞ്ഞ് മമതാ ബാനർജി മോദിയെ ഭീഷണിപ്പെടുത്തി. മോദി കിട്ടുകിട്ടാ വിറച്ചു. ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ചിരിക്കുന്നു. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ബാബുസ്വാമി. അപ്പോൾ ശരി.